ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു തെലുങ്ക് സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വർഷങ്ങളായി ഒരു പെൺകുഞ്ഞ് പോലും ജനിക്കാത്ത ആൺകുട്ടികൾ മാത്രം ജനിക്കുന്ന ഒരു ഗ്രാമം. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. ആ കുട്ടി വളരുന്നതിനനുസരിച്ച് ആ ഗ്രാമത്തിൽ ജനിച്ച 60 ആൺകുട്ടികളും വളർന്നു വരുന്നു. അവരെല്ലാവരും ആ ഒരേ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ആ ഗ്രാമത്തിൽ പെൺകുട്ടികൾ ജനിക്കാത്തത്? ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു? അതിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? അവസാനം എന്ത് സംഭവിക്കും? ഇതെല്ലാം നിരവധി ട്വിസ്റ്റുകളിലൂടെയും വഴിത്തിരിവുകളിലൂടെയും വളരെ രസകരമായ ഒരു കഥയായി ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നു. കഥയുടെ തുടക്കത്തിൽ ഒരു വലിയ ഭൂവുടമയെ പോലെ തോന്നിക്കുന്ന ഒരാളെ കാണിക്കുന്നുണ്ട്. അയാൾ തന്റെ വേലക്കാരനോട് ഒരു വലിയ ഹോസ് പൈപ്പ് കൊണ്ടുവരാനും വെള്ളം തുറന്നു വിടാനും ആവശ്യപ്പെടുന്നു. അപ്പോൾ 60 കൊച്ചു കുട്ടികൾ അവിടെ വരുന്നു. ഈ 60 കുട്ടികളും പാത്രങ്ങളുമായാണ് വന്നിരിക്കുന്നത്. ഈ ഭൂവുടമ വെള്ളം തളിച്ച് അവരെയെല്ലാം വൃത്തിയാക്കുകയാണെന്ന് മനസ്സിലാകുന്നു. നിങ്ങളൊരു വലിയ ഭൂവുടമയല്ലേ, എന്തിനാണ് ഈ കുട്ടികളുടെ പുറം കഴുകുന്നത് എന്ന് വേലക്കാരൻ ചോദിക്കുന്നു. അതിന് മറുപടിയായി സമന്തർ അൻവർ എന്ന വിചിത്രമായ ഒരു ഗ്രാമത്തിന്റെ കഥ പറയുന്നു. അൻവർ തമിഴ്നാട്ടിലാണ്, പക്ഷെ ആന്ധ്രാപ്രദേശ് അതിർത്തിയോട് വളരെ അടുത്തായതിനാൽ അവിടുത്തെ എല്ലാവരും തെലുങ്ക് ഭാഷയാണ് സംസാരിക്കുന്നത്. അവിടെ ഒരു സ്ത്രീ ഗർഭിണിയാകുകയും പ്രസവത്തിനായി ഭർത്താവ് അവളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. ഗ്രാമം മുഴുവൻ ആകാംക്ഷയോടെ ആ ആശുപത്രിക്ക് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്ന് പറയുന്നു, അഭിനന്ദനങ്ങൾ, നിങ്ങൾക്കൊരു മകൾ ഉണ്ടായിരിക്കുന്നു. ഇത് കേട്ട് പെൺകുട്ടിയുടെ അച്ഛൻ കരയാൻ തുടങ്ങുന്നു. അത് കണ്ട് ഡോക്ടർ ശകാരിക്കുന്നു, നിങ്ങൾ എന്നാണ് ഇനി നന്നാവുക? മകളുടെ പേര് കേൾക്കുമ്പോൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ അച്ഛൻ പറയുന്നു, എന്റെ കരച്ചിലിന് വേറെ കാരണമുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുത്തു നിന്നും പുറത്തേക്ക് വന്ന് ഗ്രാമവാസികളോട് പറയുന്നു, എനിക്കൊരു മകളുണ്ടായി. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അവിടെ മഴയും പെയ്യുന്നു. ഇവിടെയാണ് ഈ ഗ്രാമത്തിന്റെ കഥ പറയുന്നത്. ഗ്രാമത്തിൽ ഒരു സർപ്പഞ്ച് ഉണ്ട്. ജനങ്ങൾ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ആ ഗ്രാമത്തിലെ അന്തിമ തീരുമാനം. അദ്ദേഹം 22 വർഷമായി ഈ ഗ്രാമത്തിലെ സർപ്പഞ്ചാണ്. അദ്ദേഹം സർപ്പഞ്ച് ആയതു മുതൽ ഈ ഗ്രാമത്തിൽ പെൺകുട്ടികൾ ജനിക്കാതായി. ആൺകുട്ടികൾ മാത്രമാണ് ജനിക്കുന്നത്. ഈ കാലയളവിൽ ഗ്രാമത്തിൽ ഏകദേശം 60 കുട്ടികൾ ജനിച്ചു. അവരെല്ലാം ആൺകുട്ടികളുമായിരുന്നു. ഇതിന്റെ പേരിൽ ഈ ഗ്രാമം ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ട്. എന്നാൽ ഈ 60 ആൺകുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ ആരെ വിവാഹം കഴിക്കും? ഗ്രാമത്തിലെ ജനസംഖ്യ എങ്ങനെ വർദ്ധിക്കും എന്നോർത്ത് ഗ്രാമവാസികൾ ആശങ്കാകുലരാണ്. മാത്രമല്ല, ഈ 22 വർഷത്തിനിടയിൽ ഈ ഗ്രാമത്തിൽ മഴ പെയ്തിട്ടില്ല. അതുമൂലം വയലുകൾ വരണ്ടുണങ്ങി ക്ഷാമം നേരിടുകയാണ്. പുറത്തു നിന്നുള്ള ആരും ഈ ഗ്രാമത്തിൽ വരാൻ പാടില്ല എന്നതും ഈ ഗ്രാമത്തിലെ ഒരു ആചാരമാണ്. ഒരുപക്ഷെ ദൈവം തങ്ങളെ ശപിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് ഇവിടെ പെൺകുട്ടികൾ ജനിക്കാത്തതും മഴ പെയ്യാത്തതും എന്നും ആളുകൾ കരുതുന്നു. ഗ്രാമത്തിലെ ഒരു സ്ത്രീ പ്രസവിക്കാൻ പോകുമ്പോഴെല്ലാം ഇത്തവണയെങ്കിലും ഒരു പെൺകുഞ്ഞ് ജനിക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കും. ഇപ്പോൾ 20 വർഷത്തിന് ശേഷം ആദ്യമായി ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ഗ്രാമവാസികൾ സന്തോഷത്തോടെ നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. കുഞ്ഞിനെ കയ്യിലെടുത്ത് ഡോക്ടർ ചിന്തിക്കുന്നു, നീ ഇങ്ങനെ ഒരു ഗ്രാമത്തിലാണല്ലോ ജനിച്ചത്, നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? ആ പെൺകുട്ടിയെ അവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നു. സർപഞ്ച് പെൺകുട്ടിയുടെ അച്ഛനോട് പറയുന്നു, രാജാ, നിന്റെ മകൾ ഈ ഗ്രാമത്തിലേക്ക് മഴ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിന്റെ ശാപം നീങ്ങിയിരിക്കുന്നു. ഈ പെൺകുട്ടി ഈ ഗ്രാമത്തിന് ദൈവത്തെ പോലെയാണ്. അതിനാൽ അവളെ ഒരിക്കലും ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കരുത്. അവൾ ഈ ഗ്രാമത്തിൽ തന്നെ വിവാഹം കഴിക്കുകയും അവളുടെ ജീവിതകാലം മുഴുവൻ ഈ ഗ്രാമത്തിൽ തന്നെ കഴിയുകയും ചെയ്യും. അവൾ ഗ്രാമം വിട്ടുപോയാൽ നമ്മുടെ ഗ്രാമം വീണ്ടും ശപിക്കപ്പെടും. ഇങ്ങനെ സർപഞ്ച് ആ കൊച്ചുകുട്ടിയുടെ തലയിൽ ഒരു വലിയ ഭാരം വെച്ചു കൊടുക്കുന്നു. പെൺകുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്നു, സർപഞ്ചെ, എന്റെ മകൾ വളർന്നു വലുതാകുമ്പോൾ ഞാൻ അവളെ ആർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കും? സർപഞ്ച് പറയുന്നു, ഇവിടെ 1ഓ 2ഓ അല്ല, 60 ആൺകുട്ടികളുണ്ട്. നിന്റെ മകൾക്ക് ഇഷ്ടമുള്ളവനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുക. ഗ്രാമവാസികളും ഒരുപാട് നിർബന്ധിച്ചപ്പോൾ രാജ സമ്മതിക്കുന്നു. പക്ഷെ പറയുന്നുണ്ട്, ഞാൻ എന്റെ മകളെ എന്റെ കുടിലിൽ വളർത്തില്ല, ഒരു വലിയ വീട്ടിൽ വളർത്തും. എന്റെ മകൾ ഒരു റാണിയെ പോലെ ജീവിക്കും, അല്ല, അവൾ ഒരു രാജാവിനെ പോലെ ജീവിക്കും. എല്ലാത്തിനും ഉപരി അവളാണ് ഈ ഗ്രാമത്തിന് ഐശ്വര്യം കൊണ്ടുവന്ന ദേവി. അതുകൊണ്ട് സർപഞ്ചെ, നിങ്ങളുടെ വലിയ വീടിന്റെ ഒരു ഭാഗത്ത് എന്നെ താമസിക്കാൻ അനുവദിക്കണം. സർപഞ്ചും സമ്മതിക്കുകയും തന്റെ വീടിന്റെ ഒരു ഭാഗത്ത് അവർക്ക് താമസിക്കാൻ സ്ഥലം നൽകുകയും ചെയ്യുന്നു. രാജ തന്റെ മകൾക്ക് രാജ എന്ന് പേരിടുന്നു. ഇപ്പോൾ അവർ സർപഞ്ചിന്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നു. രാജയുടെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ രാജ അവളെ സമാധാനിപ്പിക്കുന്നു. നീ എന്തിനാണ് വിഷമിക്കുന്നത്? മകൾ വളരുമ്പോൾ ഈ ഗ്രാമത്തിലെ 60 ആൺകുട്ടികളിൽ ഏറ്റവും യോഗ്യനായവനെ അവൾ വിവാഹം കഴിക്കും. ദിവസങ്ങൾ കടന്നു പോകുന്നു. രാജയുടെ പേരിടൽ ചടങ്ങിൽ ആൺകുട്ടികൾ അവളെ വളഞ്ഞ് എന്റെ അടുത്തേക്ക് വാ, എന്റെ അടുത്തേക്ക് വാ എന്ന് പറയുന്നു.
അവൾ വളർന്ന് സ്കൂളിൽ പോകുമ്പോൾ ഈ 60 ആൺകുട്ടികളും അവളുടെ കാലുകൾ നിലത്ത് തൊടാൻ അനുവദിക്കുന്നില്ല. അവർ അവളെ ഓരോരുത്തരായി എടുത്തുകൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും അതേപോലെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. രാജ വളരും തോറും ഈ ഗ്രാമത്തിൽ നിന്ന് ഈ 60 ആൺകുട്ടികളിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോകാൻ അവൾ ആഗ്രഹിക്കുന്നു. ഈ ഗ്രാമത്തിന് പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് അവളെ വിവാഹം കഴിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് അവൾ സ്വപ്നം കാണുന്നു. കുറച്ച് വർഷങ്ങൾ കൂടി കടന്നു പോകുന്നു. ഇപ്പോൾ രാജ 12ാം ക്ലാസ് പരീക്ഷയിൽ ഫസ്റ്റ് ഡിവിഷനോടെ പാസ്സാകുന്നു. അത് പ്രാദേശിക പത്രത്തിലും വരുന്നു. ഇപ്പോൾ അവൾക്ക് നഗരത്തിൽ പോയി പഠിക്കാൻ ആഗ്രഹമുണ്ട്. അവൾ ഇക്കാര്യം സർപഞ്ചിനോട് പറയുന്നു. യഥാർത്ഥത്തിൽ രാജയുടെ അച്ഛൻ രാജ അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു. അന്നു മുതൽ രാജയുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും അവളുടെ അമ്മയേക്കാൾ കൂടുതൽ എടുത്തിരുന്നത് സർപഞ്ചായിരുന്നു. അദ്ദേഹം പറയുന്നു, നീ ഈ ഗ്രാമത്തിന്റെ ദേവിയാണ്. നീ ഞങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നിനക്ക് എന്ത് ചെയ്യണമെന്നുണ്ടോ അത് ഈ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ചെയ്യുക. പുറത്തു പോകുന്നതിനെ കുറിച്ച് ചോദ്യമേ ഉദിക്കുന്നില്ല. ഇത് കേട്ട് രാജ ദുഃഖിതയാകുന്നു. അടുത്ത രംഗത്തിൽ ഹൈദരാബാദിലെ ഒരു നിർമ്മാണ കമ്പനിയാണ് കാണിക്കുന്നത്. അതിന്റെ ഉടമ രാജേന്ദ്രനാണ്. അൻവറിൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കാനുള്ള സർക്കാർ കരാർ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. ഈ ജോലിക്കായി അദ്ദേഹം തന്റെ പ്രത്യേക എഞ്ചിനീയറായ കാർത്തിക്കിനെ തിരഞ്ഞെടുക്കുന്നു. അതെ, ഈ കാർത്തിക് ആണ് ഈ കഥയിലെ നായകൻ. അവൻ ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ളവനാണ്. നഗരത്തിൽ ഒരു വലിയ അപ്പാർട്ട്മെന്റ് നിർമ്മിക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം. കാർത്തികിന്റെ അച്ഛൻ വളരെ കർക്കശക്കാരനാണ്. അവൻ ഒരു സ്നേഹനിധിയായ അമ്മയും കുസൃതിക്കാരിയായ ഒരു സഹോദരിയുമുണ്ട്. കുട്ടിക്കാലം മുതൽ ഇന്നുവരെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും കാർത്തികിന് ആരുടെയെങ്കിലും കൈയിൽ നിന്ന് തല്ല് കിട്ടിയിട്ടുണ്ട്. ഒരു വിധത്തിൽ സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയാണ് അവൻ ഈ ജോലി ലഭിച്ചത്. ഇപ്പോൾ അവൻ ഈ കഥ മുഴുവൻ തന്റെ സഹായിയായ രഘുവരനോട് വിവരിക്കുകയാണ്. രാജേന്ദ്രന്റെ അഭ്യർത്ഥന പ്രകാരം കാർത്തിക്കും രഘുവരനും രാത്രിയിൽ തന്നെ അൻവർ എന്ന ഗ്രാമത്തിലേക്ക് കാറിൽ പുറപ്പെടുന്നു. രഘുവരന് ഉറക്കം വരുന്നു. അവൻ കാർത്തികിനോട് പറയുന്നു, കുറച്ചു നേരം നീ വണ്ടി ഓടിക്കേ, ഞാൻ ഉറങ്ങട്ടെ. പക്ഷെ കാർത്തിക് പറയുന്നു, എനിക്കും ഉറക്കം വരുന്നുണ്ട്. അവനും ഉറങ്ങിപ്പോകുന്നു. ഉറക്കച്ചടവിൽ വണ്ടി ഓടിച്ച രഘുവരൻ നേരെ അൻവറിന്റെ അതിർത്തിയിലെത്തി ഒരു ആൽമരത്തിൽ കാറിടിക്കുന്നു. അടുത്ത ദിവസം രാവിലെയാണ് രംഗം. ഇരുവരും കണ്ണു തുറന്നപ്പോൾ തങ്ങൾ ആ മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇരുവരും ഞെട്ടിപ്പോയി. അവർ താഴെയുള്ള 60 പേരോട് തങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. അവർ ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങൾ ദൈവത്തെ പോലെ കാണുന്ന മരത്തിൽ കാറിടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല, കഷണങ്ങളാക്കും. എന്തിനാണ് നിങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചത്? അപ്പോൾ കാർത്തിക് പറയുന്നു, നോക്കൂ, നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടായി. ഞങ്ങൾ ഈ ഗ്രാമത്തിന് നല്ലത് ചെയ്യാൻ വന്നതാണ്. ടോയ്ലറ്റുകൾ നിർമ്മിക്കാനാണ് വന്നത്. ദയവായി ഞങ്ങളെ താഴെ ഇറക്കൂ. അവർ അവരെ താഴെ ഇറക്കുന്നു. പക്ഷെ ചിലർ അവരെ വെട്ടാൻ വരുന്നുണ്ട്. ഭാഗ്യവശാൽ സർപഞ്ച് വന്ന് അവരെ രക്ഷിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? കാർത്തിക് ചില രേഖകൾ കാണിച്ച് പറയുന്നു, ഞങ്ങൾ ടോയ്ലറ്റ് നിർമ്മിക്കാൻ വന്നതാണ്. ഇത് കേട്ട് സർപഞ്ച് വളരെയധികം സന്തോഷിക്കുന്നു. കാരണം വർഷങ്ങളായി അവർ ഇവിടെ ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ സർക്കാരിന് അപേക്ഷ നൽകുകയായിരുന്നു. അപ്പോൾ കാർത്തിക് സർപഞ്ചിനോട് ചോദിക്കുന്നു, ഈ 60 കാട്ടുമൃഗങ്ങൾ ആരാണ്? സർപഞ്ച് പറയുന്നു, സൂക്ഷിച്ച് സംസാരിക്കണം മോനെ. ഈ 60 പേരും അവിവാഹിതരും ആരെയും വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്നവരുമാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കണം. ഇത് കേട്ട് 60 പേരും നാണിക്കുന്നു. കാർത്തിക് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അവർ ഇതുവരെ വിവാഹം കഴിക്കാത്തത്? സർപഞ്ച് പറയുന്നു, അതൊരു വലിയ കഥയാണ് മോനെ, ഞാൻ പിന്നെ പറയാം. തൽക്കാലം നിങ്ങൾ ടോയ്ലറ്റ് നിർമ്മിക്കേണ്ട സ്ഥലം കാണൂ. എന്നിട്ടും ഗ്രാമവാസികൾക്ക് അവരെ വിശ്വാസമില്ല. അവർ സർപഞ്ചിനോട് പറയുന്നു, ഇതൊരു പുറത്തു നിന്നുള്ളവനാണ്. രാവിലെ രാജ അവനെ കണ്ടാൽ അവരുടെ കണ്ണുകൾ തമ്മിലിടയും. അവർ പ്രണയത്തിലായാൽ നമ്മുടെ ഭാവി നശിക്കും. സർപഞ്ച് പറയുന്നു, നോക്കൂ മക്കളെ, ഗ്രാമത്തിൽ ടോയ്ലറ്റുകൾ ആവശ്യമാണ്. അവരെ അകത്തേക്ക് അനുവദിച്ചില്ലെങ്കിൽ എങ്ങനെ ശരിയാകും? നിങ്ങൾ പരസ്പരം ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് പറയൂ. അവർ പരസ്പരം ചർച്ച ചെയ്ത് സർപഞ്ചിനോട് പറയുന്നു, ശരി സർപഞ്ചെ, അവർക്ക് ടോയ്ലറ്റുകൾ നിർമ്മിക്കണമെങ്കിൽ നിർമ്മിക്കട്ടെ. പക്ഷെ രാവിലെ അവരെ ഗ്രാമത്തിൽ കാണരുത്. കാരണം ആ സമയത്ത് രാജ പുറത്ത് കറങ്ങി നടക്കും. അവരോട് വൈകിട്ട് 7 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 5 മണി വരെ നിർമ്മാണം നടത്താൻ പറയൂ. കാർത്തിക് ചോദിക്കുന്നു, ആരാണ് ആ രാജ? നിങ്ങൾ ആരെയാണ് ഇത്രയധികം ഭയപ്പെടുന്നത്? ആരുടെ പേരിൽ നിങ്ങൾ എന്നോട് വൈകുന്നേരം ജോലി ചെയ്യാൻ പറയുന്നു? ഇത് കേട്ട ആളുകൾ ആക്രോശിക്കുന്നു. നോക്കൂ, അവൻ രാജയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു. അവനെ തല്ലു. കാർത്തിക് പറയുന്നു, ശരി സഹോദരന്മാരെ, ഞാൻ ചോദിക്കുന്നില്ല. ഈ ഗ്രാമത്തിൽ 60 വീടുകളുണ്ട്. ഓരോ വീട്ടിലും ഞാൻ ഒരു ടോയ്ലറ്റ് നിർമ്മിക്കണം, അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ വീടും നോക്കാം. എവിടെയാണ് ടോയ്ലറ്റ് നിർമ്മിക്കേണ്ടതെന്ന് അറിയാമല്ലോ. അവരും സമ്മതിക്കുന്നു. വൈകുന്നേരം ഗ്രാമത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നതിനു പകരം അവർ കാർത്തികിനെയും രഘുവരനെയും ഗ്രാമത്തിൽ നിന്ന് കുറച്ചകലെയുള്ള ഒരു വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പറയുന്നു, ടോയ്ലറ്റുകൾ ഇവിടെ നിർമ്മിക്കും. കാർത്തിക് ഞെട്ടിപ്പോയി. ഇവിടെ ടോയ്ലറ്റുകൾ നിർമ്മിച്ച് നിങ്ങൾ എന്ത് ചെയ്യും?
നിങ്ങൾക്ക് വീട്ടിലല്ലേ ടോയ്ലറ്റുകൾ നിർമ്മിക്കേണ്ടത്? ഇതിൽ ഗ്രാമവാസികൾ ദേഷ്യപ്പെട്ട് പറയുന്നു, ഞങ്ങളുടെ ഗ്രാമത്തിനുള്ളിൽ ടോയ്ലറ്റുകൾ നിർമ്മിച്ച് ദുർഗന്ധം നിറയ്ക്കാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യമായോ? നിങ്ങൾ ശരിക്കും ഒരു എഞ്ചിനീയർ ആണോ അതോ വെറുതെ ഗ്രാമത്തിലേക്ക് കടന്നു വന്നതാണോ? കാർത്തിക്കും ചിന്തിക്കുന്നു, ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരുടെ കൂടെയാണ് ഞാൻ പെട്ടുപോയത്. അവൻ ദേഷ്യപ്പെട്ട് പറയുന്നു, നിങ്ങൾക്ക് ബോധമുണ്ടോ? ഇനി വിട്ടുകള. നിങ്ങൾ എവിടെ പറയുന്നുവോ ഞാൻ അവിടെ ടോയ്ലറ്റുകൾ നിർമ്മിച്ചു തരാം. അവർ പറയുന്നു, ഈ നിർമ്മാണ ജോലി നടക്കുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും ഗ്രാമത്തിലെ സ്കൂളിൽ താമസിക്കുക. കുറച്ചു വർഷങ്ങളായി ഈ ഗ്രാമത്തിൽ ഒരു കുട്ടി പോലും ജനിച്ചിട്ടില്ല, അതുകൊണ്ട് സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ താമസിക്കാം എന്ന് പറഞ്ഞ് അവർ കാർത്തികിനെയും രഘുവരനെയും ആ പഴയ സ്കൂളിലേക്ക് മാറ്റുന്നു. നിർമ്മാണത്തിന് തൊഴിലാളികൾ ആവശ്യമാണെന്ന് കാർത്തിക് പറയുന്നു. അവർ പറയുന്നു, ഞങ്ങൾ ഏർപ്പാട് ചെയ്യാം. അവർ പോയതിനു ശേഷം കാർത്തിക്കും രഘുവരനും നോക്കുമ്പോൾ സ്കൂളിലെ ചുവരുകളിൽ രമേശ് ലവ്സ് രാജ, ദിനേശ് ലവ്സ് രാജ, സുരേഷ് ലവ്സ് രാജ എന്നിങ്ങനെ രാജയ്ക്കായി ഒരുപാട് പേരുകൾ എഴുതിയിരിക്കുന്നത് കാണുന്നു. എല്ലാവർക്കും രാജയെ ഇഷ്ടമാണ്. ഇത് കണ്ട് കാർത്തിക്കിന് തോന്നുന്നു, ഗ്രാമത്തിലെ ഓരോ ആൺകുട്ടിക്കും രാജ എന്ന പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ അവൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണമെന്ന്. രാത്രിയായപ്പോൾ ഇരുവരും ടോയ്ലറ്റ് നിർമ്മാണ ജോലിക്ക് തയ്യാറാകുന്നു. അപ്പോൾ ആ 60 പേരിൽ ചിലർ അവിടെ വന്ന് 2 തൂവാലകൾ കൊടുത്ത് പറയുന്നു, കണ്ണുകൾ മൂടിക്കെട്ടുക. രാജ രാത്രിയിൽ പുറത്തിറങ്ങാറില്ല, പക്ഷെ അബദ്ധത്തിൽ വന്നാൽ അവൾ നിങ്ങളെ കാണും. നിങ്ങൾക്ക് അവളുമായി കണ്ണിൽ നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ധരിക്കുക എന്ന് പറഞ്ഞ് അവർ അവരുടെ തല ചാക്കുകൊണ്ട് മൂടി നിർമ്മാണ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ അവിടെ തൊഴിലാളികളില്ല. കാർത്തിക് ദേഷ്യപ്പെട്ട് ആ 60 പേരോട് ചോദിക്കുന്നു, തൊഴിലാളികൾ എവിടെ? ഇനി മുതൽ നമ്മൾ അവരെ സ്പെഷ്യൽ 60 എന്ന് വിളിക്കും, കാരണം 60 പുരുഷന്മാർ എന്ന് ആവർത്തിച്ച് പറയുന്നത് മടുപ്പിക്കുന്നു. കാർത്തിക്കിന്റെ ചോദ്യത്തിന് മറുപടിയായി ഈ സ്പെഷ്യൽ 60 പറയുന്നു, നിങ്ങൾ 2 പേർക്കും ഇവിടെ പ്രവേശന അനുമതിയുണ്ട്. അതുതന്നെ വലിയ കാര്യമാണ്. പുറത്തു നിന്നുള്ള മറ്റാർക്കും ഈ ഗ്രാമത്തിൽ കാലുകുത്താൻ കഴിയില്ല. എന്ത് ജോലി വേണമെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പക്ഷെ ഞങ്ങൾക്ക് നിർമ്മാണ ജോലി അറിയില്ല. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം. കാർത്തിക് തലയിൽ കൈവച്ച് പറയുന്നു, ഇതുകൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വേറെ വഴിയില്ലാതെ അവൻ സ്പെഷ്യൽ 60നെ നിർമ്മാണ ജോലി പഠിപ്പിക്കുന്നു. പക്ഷെ സ്പെഷ്യൽ 60 ചെയ്യുന്നത് നോക്കൂ. ആദ്യം അവർ ഇഷ്ടികയിൽ രാജയുടെ പേരെഴുതി അതിലേക്ക് തുറച്ചു നോക്കുന്നു. മറ്റൊരാൾ ഇഷ്ടികകൾ കൊണ്ട് ഒരു വട്ടമുണ്ടാക്കി നടുവിൽ രാജയുടെ പേരെഴുതി നാണിക്കുന്നു. നിർമ്മാണം തുടങ്ങുന്നതിന് പകരം അവർ ഇത്തരം വിഡിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പോരാത്തതിന് അവർ വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ, അതായത് 3 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. അതിനുശേഷം അവർ ഓടിപ്പോകുന്നു. കാർത്തിക് ചോദിക്കുന്നു, നിങ്ങൾ അടുത്ത ദിവസം രാവിലെ വരെ ജോലി ചെയ്യുന്നതിനെ കുറിച്ചല്ലേ സംസാരിച്ചത്? അവർ പറയുന്നു, ഇല്ല, ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങും. അല്ലെങ്കിൽ രാവിലെ എങ്ങനെ എഴുന്നേറ്റ് രാജയുടെ പുഞ്ചിരിക്കുന്ന മുഖം കാണും? മാത്രമല്ല, രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് ജോലി ചെയ്താൽ ഞങ്ങളുടെ കണ്ണിനടിയിലെ കറുപ്പ് വരും. അപ്പോൾ രാജ ഞങ്ങളെ തിരിഞ്ഞുപോലും നോക്കില്ല. ഞങ്ങളിൽ ഒരാളെയും വിവാഹം കഴിക്കില്ല. ഞങ്ങളുടെ ജീവിതം നശിക്കും. നിങ്ങൾക്ക് അതാണോ വേണ്ടത്? ഇത്രയും പ്രഭാഷണം നടത്തി അവർ പോകുന്നു. ഈ നാടകം എല്ലാ ദിവസവും തുടരുന്നു. കാർത്തിക്കിന് മടുക്കുന്നു. പക്ഷെ ഈ ഗ്രാമത്തിലെ എല്ലാ യുവാക്കളും പിന്നാലെ നടക്കാൻ മാത്രം രാജയ്ക്ക് എന്ത് പ്രത്യേകതയാണുള്ളതെന്ന് അവന് തോന്നുന്നു. എങ്ങനെയെങ്കിലും രാജയെ കാണണമെന്ന് കരുതി അവൻ രഘുവരനോടൊപ്പം സർപഞ്ചിന്റെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് അകത്തു പോകുന്നു. കാരണം രാജ അവിടെയാണ് താമസിക്കുന്നത്. കാർത്തിക് എല്ലായിടത്തും അവളെ തിരയുന്നു. പക്ഷെ രാജയെ അവിടെ എങ്ങും കാണുന്നില്ല. നിരാശനായ കാർത്തിക് വീണ്ടും മതിൽ ചാടി തിരികെ വരുമ്പോൾ രാജയുമായി കൂട്ടിയിടിക്കുന്നു. അബദ്ധത്തിൽ ഒരു ചുംബനവും സംഭവിക്കുന്നു. ഇരുവരും പരിഭ്രാന്തരാകുന്നു. പക്ഷെ കാർത്തിക് ഒരുവിധം സ്വബോധം വീണ്ടെടുത്ത് സ്കൂളിലേക്ക് മടങ്ങുന്നു. അവൻ രഘുവരനോട് പറയുന്നു, സുഹൃത്തെ, ഞാൻ അബദ്ധത്തിൽ അവളെ ചുംബിച്ചു പോയി. ഇത് ചിന്തിച്ച് ഇരുവരും വിറയ്ക്കാൻ തുടങ്ങുന്നു. സ്പെഷ്യൽ 60 തങ്ങളോട് എന്ത് ചെയ്യുമെന്ന് അവർക്കറിയില്ല. സൂര്യന്റെ ആദ്യ കിരണത്തിൽ ആരോ അവരുടെ വാതിലിൽ മുട്ടുന്നു. സ്പെഷ്യൽ 60യിലെ 4 പേർ വന്നിരിക്കുന്നു. അവർ പറയുന്നു, രാജയ്ക്ക് നിങ്ങളെ കാണണം. അവർ കാർത്തികിനെയും രഘുവരനെയും രാജയുടെ മുന്നിൽ കൊണ്ടുപോകുന്നു. രാജ കഴിഞ്ഞ രാത്രിയിലെ സംഭവം അവരോട് പറഞ്ഞോ? ഇവരെന്നെ കൊല്ലാൻ പോവുകയാണോ എന്ന് കാർത്തിക് ആശങ്കപ്പെടുന്നു. പക്ഷേ ഇല്ല, രാജ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പകരം ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ ഗ്രാമത്തിലെ യുവാക്കളെ രാത്രി മുഴുവൻ ജോലി ചെയ്യിപ്പിച്ച് പീഡിപ്പിക്കുന്നത്? എന്തുകൊണ്ട് പകൽ ജോലി ചെയ്യിക്കുന്നില്ല? കാർത്തിക് പറയുന്നു, മാഡം, ഞങ്ങൾക്ക് പകൽ ജോലി ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഈ സ്പെഷ്യൽ 60നും പകൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല. അവർക്ക് പകല് നിങ്ങളെ കാണണം. അതുകൊണ്ട് രാത്രിയിൽ ജോലിക്ക് 3 മണിക്കൂർ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യും? രാജ പറയുന്നു, ശരി, ഇന്നു മുതൽ ഞാനും നിങ്ങളുടെ ജോലിയിൽ സഹായിക്കാം. അപ്പോൾ ഈ സ്പെഷ്യൽ 60ക്കും ജോലി ചെയ്യേണ്ടി വരും. ഈ സംഭാഷണത്തിനിടയിൽ കാർത്തിക്കിന്റെയും രഘുവരന്റെയും കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുകയാണ്. കാർത്തിക് പറയുന്നു, മാഡം, നല്ല കാര്യം. ഇനി എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളുടെ കണ്ണുകളും തുറന്നു തരൂ. അതായത് ഈ കെട്ടൊന്നഴിക്കൂ. ഇത് സ്പെഷ്യൽ 60 വീണ്ടും ദേഷ്യപ്പെട്ട് പറയുന്നു, നിനക്ക് രാജയെ കാണണോ?
സ്വപ്നം കാണണ്ട, നിന്റെ കണ്ണുകൾ എപ്പോഴും മൂടിക്കെട്ടിയിരിക്കും. ഞങ്ങളാണ് ജോലി ചെയ്യേണ്ടത്. നീ നിർദ്ദേശങ്ങൾ തന്നാൽ മതി. ഞാനും രാജയും ഒരുമിച്ച് ജോലി ചെയ്യും. ഇങ്ങനെ ടോയ്ലറ്റ് നിർമ്മാണ ജോലി ആരംഭിക്കുന്നു. രാജയും സ്പെഷ്യൽ 60യും ഒരുമിച്ച് ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു. കാർത്തിക് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ കാർത്തിക്കിന്റെ പെരുമാറ്റം രാജയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ രാത്രിയിലെ അബദ്ധചുംബനത്തിന് കാർത്തിക് രാജയോട് ക്ഷമ ചോദിച്ചിരുന്നു. അതുകൊണ്ട് രാജയ്ക്ക് കാർത്തിക്കിന്റെ മാന്യത ഇഷ്ടമായി. കാർത്തിക്കിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണെങ്കിലും സ്പെഷ്യൽ 60യുടെ കണ്ണുകളാണ് അടഞ്ഞിരിക്കുന്നതെന്നും കാർത്തിക്കിന്റെ കണ്ണുകൾ മാത്രം തുറന്നിരിക്കുന്നതായും രാജയ്ക്ക് തോന്നുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോകുന്നു. ഒരുവിധം ഗ്രാമത്തിലെ 60 കുടുംബങ്ങൾക്കായി ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നു. ഗ്രാമവാസികൾ ആ ടോയ്ലറ്റുകൾ കാണാൻ വന്ന് അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നു. കാർത്തിക് ചിന്തിക്കുന്നു, എന്തിനാണ് ഇവർ ടോയ്ലറ്റുകൾ കണ്ട് ഭ്രാന്തന്മാരെ പോലെ ചിരിക്കുന്നത്? അവൻ തന്റെ കെട്ടഴിച്ച് ടോയ്ലറ്റുകൾ കാണാൻ പോയപ്പോൾ ആ സ്പെഷ്യൽ 60 ടോയ്ലറ്റുകൾ തറയ്ക്ക് പകരം ഭിത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് കാണുന്നു. കാർത്തിക് തന്റെ വിധിയെ ശപിക്കുന്നു. എന്തൊരു മണ്ടന്മാരുടെ കൂടെയാണല്ലോ ഞാൻ പെട്ടുപോയത്. രഘുവരൻ അടുത്തുള്ള ടോയ്ലറ്റ് കണ്ട് കൂടുതൽ ചിരിക്കുന്നു. അവിടെ സ്പെഷ്യൽ 60 ഊഞ്ഞാലിൽ ടോയ്ലറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. കാർത്തിക് ദേഷ്യപ്പെട്ട് എല്ലാവരോടും ആക്രോശിക്കുന്നു. നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ പണമെല്ലാം പാഴാക്കി. ഒന്നുകിൽ എന്റെ കണ്ണുകൾ തുറന്നിരിക്കാൻ അനുവദിക്കുക, ഈ ടോയ്ലറ്റുകൾ ശരിയായി നിർമ്മിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ജോലി ചെയ്യില്ല. ഞാൻ ഇപ്പോൾ തന്നെ പോകും. സർപഞ്ച് അവന്റെ വിഷമം മനസ്സിലാക്കി പറയുന്നു. ശരി മോനെ, നീ ഗ്രാമത്തിന്റെ നല്ലതിനു വേണ്ടിയാണല്ലോ വന്നത്. ഞാൻ നിന്റെ കണ്ണ് കെട്ടഴിച്ചു തരാം. എന്താണോ ചെയ്യേണ്ടത് അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കി പൊക്കോളൂ. പക്ഷേ രാജയെ അബദ്ധത്തിൽ പോലും നോക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം കാർത്തിക്കിന്റെ കണ്ണിലെ കെട്ടഴിക്കുന്നു. ഇപ്പോൾ കാർത്തിക് ജോലി തുടങ്ങുന്നു. ഒരു ദിവസം അവൻ അമ്പലത്തിൽ പോകുമ്പോൾ രാജ അവിടെ വന്ന് കാർത്തിക്കിനെ കാണുന്നു. കാർത്തിക് പേടിച്ച് ഓടാൻ തുടങ്ങുന്നു. അപ്പോൾ അവൾ അവനെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നു, ഞാൻ പ്രേതമാണോ നീ ഇങ്ങനെ ഓടുന്നത്? കാർത്തിക് പറയുന്നു, അല്ല മാഡം, ആ രാത്രിയിലെ അബദ്ധ ചുംബനത്തെക്കുറിച്ച് ഗ്രാമവാസികളോട് പറയരുത്, അല്ലെങ്കിൽ അവരെന്റെ ജീവൻ എടുക്കും. രാജ പറയുന്നു, നിനക്ക് നിന്റെ ജീവിതത്തിൽ കൊതിയുണ്ടെങ്കിൽ എന്റെ സുഹൃത്താകുക, എന്നോടൊപ്പം സമയം ചെലവഴിക്കുക. എനിക്ക് ആരെയും പേടിയില്ല. നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും. കാർത്തികിന് അവളുടെ വാക്കുകൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അടുത്ത ദിവസം മുകേഷ് എന്നൊരാൾ കാർത്തികിനെ കൊല്ലാനായി ഓടി വരുന്നു. കാരണം ഇന്നലെ അവൻ കാർത്തിക്കും രാജയും സംസാരിക്കുന്നത് കണ്ടിരുന്നു. പക്ഷെ കാർത്തികിന്റെ കണ്ണുകളിൽ ഭയമില്ല. അവൻ ഉറച്ചു നിന്നുകൊണ്ട് പറയുന്നു, നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ല. കാരണം ഞാൻ രാജയോട് സംസാരിച്ചെന്ന് നീ ഗ്രാമവാസികളോട് പറഞ്ഞാൽ ഞാനും നിന്റെ രഹസ്യം ഗ്രാമം മുഴുവൻ പറയും. രാജ ഒരു ദുർമന്ത്രവാദിനിയാണ്. അവൾ കാരണം എന്റെ ജീവിതം നശിച്ചു. നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. അപ്പോൾ മാത്രമേ ഈ ഗ്രാമത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുകയുള്ളൂ. കാർത്തിക് ചോദിക്കുന്നു, ഇങ്ങനെ വെറുക്കാൻ രാജ എന്ത് ചെയ്തു? അപ്പോൾ മുകേഷ് പറയുന്നു, സുഹൃത്തെ, എനിക്ക് 12ാം ക്ലാസ്സിൽ 1ാം റാങ്ക് കിട്ടി. 98% മാർക്കുണ്ടായിരുന്നു. പക്ഷെ രാജയ്ക്ക് 60% മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഈ ഗ്രാമത്തിലെ വിഡ്ഢികൾ രാജയെ വാഴ്ത്തിപ്പാടി. ഞാൻ ഫസ്റ്റ് റാങ്ക് നേടിയപ്പോൾ അവൾ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ഈ അന്ധവിശ്വാസികളായ ആളുകൾ അവളെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. എന്നെ പോലൊരു വിദ്യാസമ്പന്നനെ അവർ നോക്കുക പോലുമില്ല. എനിക്ക് ഗ്രാമം വിട്ട് നഗരത്തിൽ പോയി ഉപരിപഠനം നടത്താൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്റെ അമ്മ എന്താണ് പറഞ്ഞതെന്നറിയാമോ? നീ ഈ ഗ്രാമം വിട്ടുപോയാൽ രാജ ഈ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരാളെ വിവാഹം കഴിക്കും. അതുകൊണ്ട് നിന്റെ പഠിപ്പ് ഉപേക്ഷിച്ച് രാജയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി. സ്പെഷ്യൽ 60ൽ ആരെങ്കിലും ഒരാളെ രാജയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവൾ ഞങ്ങളെ ഉപയോഗിക്കുകയാണ്. ഞങ്ങളിൽ ആരെങ്കിലും അവളോട് പ്രണയാഭ്യർത്ഥന നടത്തിയാൽ അവൾ നിരസിക്കും. ഞാനൊരു മനോഹരമായ റിബൺ സമ്മാനിച്ച് അവളോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. അപ്പോൾ ആ ദുർമന്ത്രവാദിനി എന്റെ സമ്മാനം വെള്ളത്തിൽ വലിച്ചെറിഞ്ഞു. അന്നു മുതൽ ഞാൻ അവളെ വെറുക്കുന്നു. കാരണം അവൾ ഈ ഗ്രാമത്തിന്റെ ദേവിയല്ല, ഈ ഗ്രാമത്തിന്റെ ശാപമാണ്. സുഹൃത്തുക്കളെ, അവൻ ഇതെല്ലാം കാർത്തികിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജ അതുവഴി കടന്നു പോവുകയും മുകേഷിന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്തു. നീ എന്നെ ദുർമന്ത്രവാദിനി എന്ന് വിളിച്ചോ എന്ന് പറഞ്ഞ് അവൾ മുകേഷിനെ ഒരുപാട് തല്ലുകയും ചെയ്തു. കഴിഞ്ഞ രാത്രി ഇത്രയൊക്കെ നടന്നിട്ടും രാവിലെ ആയപ്പോൾ അവൻ എല്ലാം മറന്ന് കാർത്തികിനെ തല്ലാൻ വന്നു. അപ്പോൾ കാർത്തിക് കഴിഞ്ഞ രാത്രിയിലെ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ച് അവന്റെ വായടപ്പിക്കുന്നു. ഇതിനുശേഷം മുകേഷ് കാർത്തികിന്റെ കൂടെ ചേരുന്നു. കാർത്തിക്കും രാജയും കാണുമ്പോഴെല്ലാം അവൻ അവർക്ക് കാവൽ നിൽക്കുന്നു. പതിയെ കാർത്തികും രാജയും പരസ്പരം പ്രണയിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കെ രാജയുടെ ജന്മദിനം വരുന്നു. സമ്മാനമായി കാർത്തിക് രാത്രിയിൽ അവളുടെ വീട്ടിൽ പോയി പറയുന്നു, നീ ഒരിക്കലും ഈ ഗ്രാമത്തിന് പുറത്തു പോയിട്ടില്ല. ഇന്ന് ഞാൻ നിനക്ക് പുറം ലോകം എന്താണെന്ന് കാണിച്ചു തരാം. പക്ഷെ രാജ പറയുന്നു, ഗ്രാമത്തിലെ ആളുകൾ എന്നെ വളരെയധികം ബഹുമാനിക്കുന്നു. ഞാൻ ഗ്രാമത്തിന് പുറത്ത് കാലുകുത്തി എന്ന് അവർ അറിഞ്ഞാൽ അവരുടെ വിശ്വാസം തകരും. കാർത്തിക് പറയുന്നു, ശരി, എങ്കിൽ ഞാൻ നിനക്ക് ആകാശത്തൊരു ഊഞ്ഞാൽ കെട്ടിത്തരാം. അതിൽ നിന്ന് നിനക്ക് ഗ്രാമത്തിന് പുറത്തുള്ള കാഴ്ചകൾ കാണാം എന്ന് പറഞ്ഞ് അവൻ ഒരു ഉയരമുള്ള മരത്തിൽ ഊഞ്ഞാൽ കെട്ടുന്നു. അതിൽ കയറി കാർത്തികും രാജയും ചുറ്റുമുള്ള ഗ്രാമം കാണുന്നു. ഈ സമയത്ത് അവർ പരസ്പരം പ്രണയം തുറന്നു പറയുന്നു. അങ്ങനെ അവർ പ്രണയിതാക്കളാകുന്നു. പിന്നീട് ഇരുവരും താഴെ ഇറങ്ങി അവർ സ്ഥിരമായി കാണാറുള്ള അമ്പലത്തിലേക്ക് പോകുന്നു. അവിടെ അവർ രാത്രി മുഴുവൻ സംസാരിച്ചിരിക്കുകയും ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു.
രാവിലെ കണ്ണു തുറന്നപ്പോൾ ഗ്രാമം മുഴുവൻ അവിടെ ഇരുന്ന് അവരെ തുറച്ചു നോക്കുന്നത് കാണുന്നു. അടുത്ത രംഗത്തിൽ എന്ത് സംഭവിക്കാനാണ്? ഈ വിഷയം പഞ്ചായത്തിന് മുന്നിലെത്തുന്നു. രാജ ഈ ഗ്രാമത്തിലെ നിയമങ്ങൾ ലംഘിച്ചുവെന്നും കാർത്തിക് പുറത്തു നിന്നുള്ളവനായിട്ടും രാജയെ പ്രണയിച്ച തെറ്റ് ചെയ്തുവെന്നും ആരോപിക്കപ്പെടുന്നു. ഇനി ആ സ്പെഷ്യൽ 60യുടെ ഗതി എന്താകും? പക്ഷെ രാജ വ്യക്തമായി പറയുന്നു, എനിക്ക് കാർത്തികിനെയാണ് ഇഷ്ടം, ഞാൻ അവനെ തന്നെ വിവാഹം കഴിക്കും. സർപഞ്ച് ഇതിൽ ദേഷ്യപ്പെടുന്നു. അപ്പോൾ രാജയുടെ അമ്മ പറയുന്നു, എന്റെ മകളുടെ ജീവിതത്തിലെ തീരുമാനം അവൾ തന്നെ എടുക്കും. അവൾക്ക് കാർത്തികിനെ പോലെ ഒരു നല്ല പയ്യനെ കിട്ടിയിരിക്കുന്നു. എനിക്കിനി എന്തു വേണം? എന്റെ മകളെ കാർത്തികിനെ കൊണ്ട് ഞാൻ വിവാഹം കഴിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ തടയാൻ നിങ്ങൾ ആരാണ്? രാജയുടെ പിന്നാലെ രാവും പകലും നടക്കുന്ന ഈ ഗ്രാമത്തിലെ പയ്യന്മാരെല്ലാം വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അവരിൽ ആരെ കൊണ്ടും ഞാൻ എന്റെ മകളെ വിവാഹം കഴിപ്പിക്കില്ല. ഇത് കേട്ട് സർപഞ്ചും ആലോചനയിലാകുന്നു. എന്നിട്ടൊരു ചരിത്രപരമായ തീരുമാനമെടുക്കുന്നു. കേൾക്കുമോളെ രാജ, ഈ സ്പെഷ്യൽ 60 കുട്ടിക്കാലം മുതൽ ഇന്നു വരെ വളർന്നു വലുതാകുമ്പോൾ നിന്നെ ഒരാൾ വിവാഹം കഴിക്കുമെന്ന് സ്വപ്നം കണ്ടിരിക്കുകയാണ്. നീ പറയുന്നു നിനക്കിവരെ ഇഷ്ടമല്ല, കാർത്തികിനെ വിവാഹം കഴിക്കണമെന്ന്. നിന്റെ അമ്മ പറയുന്നതും ശരിയാണ്. അതിനാൽ എന്റെ തീരുമാനം ഇതാണ്, നീ കാർത്തികിനൊപ്പം ഹൈദരാബാദിലേക്ക് പോവുക. ഈ സ്പെഷ്യൽ 60ക്ക് വേണ്ടി 60 പെൺകുട്ടികളെ കണ്ടെത്തി അവരെ വിവാഹം കഴിപ്പിക്കുക. അതിനുശേഷം നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം കാർത്തികിനെ വിവാഹം കഴിക്കാം. ഇതാണ് എന്റെ അന്തിമ തീരുമാനം. ഇതൊരിക്കലും മാറില്ല. രാജ സമ്മതിക്കുന്നു. കാർത്തിക് അസ്വസ്ഥനായി ചോദിക്കുന്നു, നിങ്ങൾ ഇത് എന്ത് തീരുമാനമാണ് എടുത്തത്? എല്ലാവരും ചേർന്ന് കാർത്തികിനെ കൊണ്ട് സ്പെഷ്യൽ 60ക്ക് വേണ്ടി രാജയോടൊപ്പം പെൺകുട്ടികളെ കണ്ടെത്തി കൊണ്ടുവരുമെന്ന് ശൂലത്തിൽ സത്യം ചെയ്യിപ്പിക്കുന്നു. ഇവിടെ നിന്ന് കാർത്തിക്കും രാജയും ഒരു ബസ്സിൽ ഹൈദരാബാദിലേക്ക് പുറപ്പെടുന്നു. പക്ഷേ ആ ബസ്സിൽ സ്പെഷ്യൽ 60യും ഉണ്ട്. കാർത്തിക് സർപഞ്ചിനോട് ചോദിക്കുന്നു, എന്താണിത്? ഇവരെല്ലാവരും ഞങ്ങളോടൊപ്പം വരുമോ? സർപഞ്ച് പറയുന്നു, ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് നിന്റെ കൂടെ അയക്കുമെന്നും നിങ്ങൾ ഹൈദരാബാദിൽ പോയി അടിച്ചു പൊളിക്കുമെന്നും നീ കരുതിയോ? നീ അവർക്ക് വേണ്ടിയാണല്ലോ പെണ്ണ് കാണാൻ പോകുന്നത്. അപ്പോൾ വരന്മാരില്ലാതെ നീ എങ്ങനെ പെണ്ണിനെ തിരഞ്ഞെടുക്കും? എല്ലാവരും കൊണ്ടുപോയി വിവാഹം കഴിപ്പിച്ച് തിരികെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് അദ്ദേഹം സ്പെഷ്യൽ 60നെ കാർത്തിക്കിനും രാജയ്ക്കുമൊപ്പം അയക്കുന്നു. ആദ്യമായി രാജയും സ്പെഷ്യൽ 60യും ഈ ഗ്രാമത്തിന് പുറത്തു വരുന്നു. ഒടുവിൽ അവർ ഹൈദരാബാദിൽ എത്തുന്നു. പക്ഷെ കാർത്തിക് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ഇത്രയും പേരെ അകത്തേക്ക് വിടുന്നില്ല. ഇപ്പോൾ കാർത്തിക് പറയുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ രാജയെയും മുകേഷിനെയും മാത്രം മുകളിലേക്ക് കൊണ്ടുപോകാം. ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് നിങ്ങൾ എല്ലാവരെയും കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവൻ രാജയെയും മുകേഷിനെയും മാത്രം മുകളിലുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കാർത്തിക്കിന്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയം നടക്കുകയാണ്. കാർത്തിക് പറയുന്നു, അച്ഛാ, അമ്മേ, ഇവർ രണ്ടുപേരും എന്റെ സുഹൃത്തുക്കളാണ്. നിർമ്മാണ സ്ഥലത്ത് വെച്ച് ഞാൻ അവരുമായി സൗഹൃദത്തിലായി. താഴെ എന്റെ മറ്റു ചില സുഹൃത്തുക്കളുമുണ്ട്. അവരെ മുകളിലേക്ക് കൊണ്ടുവന്നോട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 3-4 സുഹൃത്തുക്കൾ ഉണ്ടാകുമെന്ന് കരുതി അവന്റെ മാതാപിതാക്കൾ സമ്മതിക്കുന്നു. കാർത്തിക് താഴെ നിൽക്കുന്ന സ്പെഷ്യൽ 60നെയും മുകളിലേക്ക് വിളിക്കുന്നു. വീട് മുഴുവൻ നിറയുന്നു. ഇതിനിടയിൽ കാർത്തിക്കിന്റെ സഹോദരിയെ കാണാൻ വന്ന കുടുംബത്തിന് പെൺകുട്ടിയെ വളരെ ഇഷ്ടപ്പെടുന്നു. അവർ പറയുന്നു, ഞങ്ങളുടെ മകൻ തിരിച്ചു വന്നാലുടൻ ഞങ്ങൾ വിവാഹം നടത്തും. അവർ പോയതിനു ശേഷം വീട്ടിൽ സ്പെഷ്യൽ 60യുടെ ആൾക്കൂട്ടം കാരണം കാർത്തിക്കിന് അച്ഛനോട് ശരിക്കും സംസാരിക്കാൻ കഴിയുന്നില്ല. അവന്റെ അച്ഛൻ പറയുന്നു, നിന്റെ ഈ 60 സുഹൃത്തുക്കൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഞാൻ വീട് വിട്ടിറങ്ങും. അപ്പോൾ കാർത്തിക്കിന് ഒരു ആശയം തോന്നുന്നു. അവൻ ആ അപ്പാർട്ട്മെന്റിലെ 60 ഫ്ളാറ്റുകളിലെ ആളുകളുമായി സംസാരിച്ച് സ്പെഷ്യൽ 60ക്ക് ആ വീടുകളിൽ വൃത്തിയാക്കൽ ജോലി ഏർപ്പാടാക്കുന്നു. അവർക്കധികം ശമ്പളം നൽകേണ്ടി വരില്ലെന്നും നിങ്ങളുടെ ജോലി നടക്കുമെന്നും അവൻ ഫ്ളാറ്റ് ഉടമകളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ഇങ്ങനെ കാർത്തിക് ഈ സ്പെഷ്യൽ 60നെയും കൈകാര്യം ചെയ്യുന്നു. സിനിമയിൽ എവിടെ പോയാലും സ്പെഷ്യൽ 60 അവിടെ എത്തുന്നതിനാൽ അവന് രാജയുമായി ഒരു നിമിഷം പോലും തനിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കാർത്തിക്കിന് മറ്റൊരാശയം തോന്നുന്നു. അവനൊരു വിവാഹ ബ്രോക്കറെ കാണുന്നു. അയാൾ ഈ സ്പെഷ്യൽ ആളുകൾക്ക് യോഗ്യരായ പെൺകുട്ടികളെ കാണിച്ചു കൊടുക്കുന്നു. ഇവർ വിദ്യാസമ്പന്നരാണെന്ന് അവൻ കള്ളം പറയുന്നു. പക്ഷെ ഒരു പെൺകുട്ടിക്കും സ്പെഷ്യൽ ആളുകളിൽ ആരെയും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കെ കാർത്തിക്കിന്റെ സഹോദരിയുടെ വിവാഹ തീയതി അടുക്കുന്നു. എയർപോർട്ടിൽ നിന്ന് വന്ന വരൻ ഒരു വ്യവസ്ഥ വെക്കുന്നു. എനിക്ക് വളരെ ലളിതമായ രീതിയിൽ വിവാഹം നടത്തണം. വിവാഹ ചെലവ് ഞങ്ങൾ വഹിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 10-20 പേരിൽ കൂടുതൽ വരരുത്. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഏകദേശം 20 പേരുണ്ടാകും. കാർത്തിക്കിന് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടെങ്കിലും ചിലരെ മാത്രം തിരഞ്ഞെടുത്ത് വിവാഹത്തിന് ക്ഷണിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഈ സ്പെഷ്യൽ 60 എന്തു ചെയ്യും? കാർത്തിക് കുറച്ച് ആലോചിച്ച് അവരിൽ ചിലരെ പൂജാരിമാരായും ചിലരെ ബാൻഡ് വാദ്യക്കാരായും കൊണ്ടുവരുന്നു. ചിലർ ഭക്ഷണം വിളമ്പുന്നവരായി ജോലി ചെയ്യുന്നു. മുകേഷ് സ്ത്രീവേഷം കെട്ടിയാണ് വരുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ വരന് സംശയം തോന്നുകയും മറ്റൊരു പ്രശ്നം ഉടലെടുക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സ്പെഷ്യൽ 60യിൽ ഒരാൾ അബദ്ധത്തിൽ വരന്റെ വസ്ത്രം ധരിക്കുന്നു. വരൻ ദേഷ്യപ്പെട്ട് പറയുന്നു, നിങ്ങൾ ഇത്രയും മോശം കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൻ വിവാഹം റദ്ദാക്കി പോകുന്നു. കാർത്തിക് രാജയോട് പറയുന്നു, നിന്റെ പ്രണയം എനിക്ക് വളരെ വിലയേറിയതായി. നിന്റെ പേരിൽ എന്റെ സഹോദരിയുടെ വിവാഹം മുടങ്ങി. ദയവായി നിന്റെ സ്പെഷ്യൽ 60 കൊണ്ട് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകൂ. അപ്പോൾ പെട്ടെന്ന് വിവാഹ മണ്ഡപത്തിൽ തീ പിടിക്കുന്നു.
വിവാഹ മണ്ഡപത്തിൽ കുടുങ്ങിപ്പോയ കാർത്തിക്കിന്റെ കുടുംബത്തെ സ്പെഷ്യൽ 60 രക്ഷിക്കുന്നു. തന്റെ കുടുംബത്തെ രക്ഷിച്ചവരോട് താൻ വെറുപ്പ് കാണിച്ചല്ലോ എന്ന് കാർത്തിക്കിന് വളരെ വിഷമം തോന്നുന്നു. അതിനിടയിൽ വരൻ തിരിച്ചു വന്ന് പറയുന്നു, എന്റെ കുടുംബവും ഹാളിൽ കുടുങ്ങിയിരുന്നു. ഈ 60 പേരാണ് അവരെയും രക്ഷിച്ചത്. എനിക്ക് ബന്ധുക്കളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബന്ധുക്കളെ വിളിച്ച് നിങ്ങളെയും നിർബന്ധിച്ചത്. പക്ഷേ ഈ 60 പേർ എന്റെ കാഴ്ചപ്പാട് മാറ്റി. ഞാൻ വിവാഹത്തിന് തയ്യാറാണ്. കാർത്തിക് പൂർണ്ണമായും അലിഞ്ഞ് സ്പെഷ്യൽ 60യുടെ കാൽക്കൽ വീണ് മാപ്പ് പറയുന്നു. എന്നോട് ക്ഷമിക്കണം. അവർ കാർത്തിക്കിനോട് ക്ഷമിക്കുന്നു. എന്നാൽ ഈ ബഹളത്തിനിടയിൽ ഒരു സംഘം രാജയെ തട്ടിക്കൊണ്ടുപോയെന്ന് അറിയുന്നു. രാജ കാർത്തിക്കിന്റെ ഡിജിറ്റൽ വാച്ച് ധരിച്ചിരുന്നു. അതുവഴി കാർത്തിക് രാജയെ കണ്ടെത്തുകയും ആ സംഘത്തെ പിന്തുടരുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ആ സംഘം രാജയെ കൂടാതെ 60 പെൺകുട്ടികളെ കൂടി തട്ടിക്കൊണ്ടുപോയിരുന്നു. കാർത്തിക്കും സ്പെഷ്യൽ 60യും ചേർന്ന് ആ സംഘത്തിലെ ആളുകളെ തല്ലി ഒരു അനാഥാലയത്തിൽ താമസിച്ചിരുന്ന ആ 60 പെൺകുട്ടികളെയും രാജയെയും രക്ഷിക്കുന്നു. ഈ സംഘം അവരെ തട്ടിക്കൊണ്ടുപോയി മറ്റേതോ രാജ്യത്തേക്ക് മനുഷ്യക്കടത്തിന് കൊണ്ടുപോവുകയായിരുന്നു. സ്പെഷ്യൽ 60 അവരെ രക്ഷിച്ചതുകൊണ്ട് ആ പെൺകുട്ടികൾക്ക് സ്പെഷ്യൽ 60നെ ഇഷ്ടപ്പെടുകയും അവർ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്പെഷ്യൽ 60യുടെ വിവാഹം ഉറപ്പിക്കുന്നു. അവസാനം കാർത്തിക്കിന്റെയും രാജയുടെയും മാത്രമല്ല ആ സ്പെഷ്യൽ 60യുടെയും വിവാഹം നടക്കുന്നു. കാർത്തിക്കിന്റെ സഹോദരിയുടെ വിവാഹം ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്നു. പിന്നീട് അവർക്കെല്ലാം കുട്ടികൾ ഉണ്ടാകുന്നു. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയാണ് ആ ഭൂവുടമ തന്റെ വേലക്കാരനോട് ഈ കഥ പറഞ്ഞ് പൂർത്തിയാക്കുന്നത്. ഈ ഭൂവുടമ അനാഥാലയത്തിൽ നിന്ന് ആ 60 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ അതേ ആളാണെന്ന് വെളിപ്പെടുന്നു. അന്ന് കാർത്തിക് അവനെ തല്ലിച്ചതച്ചതുകൊണ്ട് പറഞ്ഞിരുന്നു, നീ 60 പെൺകുട്ടികളെ വിൽക്കാൻ ശ്രമിച്ചില്ലേ? ഇതിനുള്ള ശിക്ഷയായി ആ 60 പെൺകുട്ടികളുടെ കുട്ടികളുടെ മലം നീ വൃത്തിയാക്കുകയും അവരുടെ പുറം കഴുകുകയും ചെയ്യണമെന്ന്. ഇതാണ് നിന്റെ ശിക്ഷ. നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ പോലീസിൽ ഏൽപ്പിക്കും. അങ്ങനെ അയാൾ ഇന്നുവരെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ സിനിമയുടെ ഹാസ്യാത്മകമായ അന്ത്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.